കോട്ടയം ഏറ്റുമാനൂരിന് സമീപം കൂടല്ലൂരിൽ കാപ്കോസിന്റെ ആധുനിക റൈസ് മിൽ ഉടൻ യാഥാർത്ഥ്യമാകും. കാപ്കോസിന് നബാർഡിന്റെ 15.2 കോടി രൂപയുടെ സഹായം ലഭ്യമായി. കാപ്കോസ് ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിച്ചത്. നബാർഡ് സംഘം ഏറ്റുമാനൂർ കൂടല്ലൂരിൽ കാപ്കോസിന്റെ റൈസ് മിൽ നിർമ്മാണം നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു. കാപ്കോസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള പാഡി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നബാർഡ് 76 കോടി രൂപയുടെ ധനസഹായമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 15.2 കോടി രൂപ മൊബിലൈസേഷൻ അഡ്വാൻസായി കൈമാറി. ഇതോടെ ഏറ്റുമാനൂർ കൂടല്ലൂർ കാപ്കോസിന്റെ ആധുനിക റൈസ് മില്ല് നിർമ്മാണത്തിനായുള്ള നടപടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് കാപ്കോസ് ചെയർമാൻ KM രാധാകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങളതിൻ്റെ എല്ലാ സാങ്കേതിക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. 34 കോടി രൂപയുടെ ടെക്നിക്കൽ സാങ്ഷൻ സിവിൽ വർക്കിന് വേണ്ടി ഗവൺമെൻറ് അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു 46 കോടി രൂപയുടെ സാങ്കേതിക അനുമതി മില്ലിൻ്റെ നിർമ്മാണത്തിന് ലഭിച്ചിട്ടുണ്ട്. നബാർഡ് കേരള ലക്ഷദ്വീപ് റീജിയണൽ ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ്, കോട്ടയം DGM റെജി വർഗീസ് എന്നിവരാണ് കൂടല്ലൂരിൽ ആധുനിക റൈസ് മില്ല് നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിച്ചത്. നബാർഡിന്റെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഫണ്ട് പദ്ധതി പ്രകാരമുള്ള 76 കോടി രൂപയുടെ ധനസഹായമാണ് നേരത്തെ കാപ്കോസിന് അനുവദിച്ചത്. സർക്കാർ ഗ്യാരണ്ടിയിലാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത്. കാപ്കോസിന്റെ പദ്ധതിക്ക് 10 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായവുമുണ്ട്. ഇതിൽ 1 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. 6 കോടി 33 ലക്ഷം രൂപ 48 സംഘങ്ങളിൽ നിന്ന് ഓഹരിയായി ലഭിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 ലക്ഷം രൂപയും സഹകരണ വകുപ്പ് അനുവദിച്ചിരുന്നു. ഊരാളുങ്ക് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. അടുത്ത 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, കോട്ടയം.